നമസ്കാരം. എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത ചിലരില്ലേ? അതാണ് ഇന്ന് പാകിസ്ഥാൻ. എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് തികഞ്ഞില്ല, ഇനിയും വേണമെന്നാണ് പാകിസ്ഥാന്റെ ലൈൻ. അതുകൊണ്ടെന്താ, പാകിസ്ഥാന്റെ അണ്ണാക്ക് നിറച്ച് മോദി നല്ലത് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പക്കൽ നിന്നും ഇത്രയും അടികിട്ടിയിരിക്കുമ്പോഴും നുണപ്രചാരണങ്ങൾ നടത്താനാണ് പാകിസ്ഥാന് തിടുക്കം. പക്ഷേ പാകിസ്ഥാൻ അവിടെയും മറക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയല്ല മോദി. നിങ്ങൾ എന്ത് നുണപ്രചാരണങ്ങൾ നടത്തിയാലും ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരവും മിണ്ടില്ലായിരിക്കും. പക്ഷേ മോദി അങ്ങനെയല്ല. അത്തരത്തിൽ പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദി. പാകിസ്ഥാൻ തകർത്തതായി അവകാശവാദം ഉന്നയിക്കുന്ന പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ നേരിട്ടെത്തിയാണ് മോദി പാകിസ്ഥാന്റെ പെരും നുണ പൊളിച്ചടുക്കിയത്. ആദംപൂരിലുള്ള വ്യോമസേനാ താവളത്തിലെ റെയിൽവേയിൽ ഞങ്ങൾ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, അതിനാൽ ഒരു വർഷത്തേക്ക് അവിടെയൊന്നും ചെയ്യാനാകില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. എന്നാൽ വ്യോമതാവളം സന്ദർശിച്ച പ്രധാനമന്ത്രി വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് പുറത്തുവിട്ടത്. അതായത് വ്യോമതാവളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും എല്ലാം അവിടെ തന്നെയുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് S-400 മുന്നിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം. അതിനാൽ 1000 വാക്കുകളേക്കാൾ വാചാലം തന്നെയാണ് ഈ ചിത്രങ്ങൾ. ഒരൊറ്റ ഫ്രെയിമിൽ ഭാരതത്തിന്റെ 2 സുദർശന ചക്രങ്ങൾ എന്ന് തന്നെ പറയാം. അയൺ ഡോം ഓഫ് ഇന്ത്യ ആൻഡ് അയൺ ലീഡർ ഓഫ് ഇന്ത്യ. പാകിസ്ഥാൻ എന്ന നുണ ഫാക്ടറിയുടെ അണ്ണാക്കിൽ ഇരുമ്പുലക പോലെ അടിച്ചു കയറ്റാൻ മോദിക്ക് ഈ ഒരു ചിത്രം മാത്രം മതി. ചൈനീസ് നിർമ്മിത J-570 യുദ്ധവിമാനങ്ങളും അവിടെ വിന്യസിച്ചിരുന്ന റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇവയൊക്കെ നശിപ്പിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. കൂടാതെ യുദ്ധവിമാനങ്ങളും റഡാർ സ്റ്റേഷനുകളും നശിപ്പിച്ചതായും ആക്രമണത്തിൽ 60 ഇന്ത്യൻ സൈനികരെ വധിച്ചെന്നും പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ പച്ചക്കള്ളമായിരുന്നുവെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇതിനു മുൻപ് മറ്റൊരു ദ്വീപ് രാജ്യം ഇന്ത്യയെ കയറിയെന്ന് ചൊറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായതെന്നും നിങ്ങളാരും മറന്നിട്ടുണ്ടാകില്ല. മോദി ഒന്നും പറയാൻ പോയില്ല. പകരം നേരെ ലക്ഷദ്വീപിലേക്ക് പോയി കടൽ തീരത്ത് ഒരു കസേര വലിച്ചിട്ട് ഒരു ഇരിപ്പിരുന്നു. പിന്നെ കണ്ടത് മൂക്ക് കൊണ്ട് ഇക്ഷ ഇഞ്ഞ വരയ്ക്കുന്ന മാലദ്വീപ് എന്ന കൊച്ചു രാജ്യത്തെയായിരുന്നു. മോദിയെ പഠിപ്പിക്കാനിറങ്ങിയ ദ്വീപ് രാഷ്ട്രത്തിന്റെ ട്രൗസർ അതോറെ കീറി എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ മോദിയെ യുദ്ധം പഠിപ്പിക്കാനിറങ്ങിയ പാകിസ്ഥാന്റെ ആസനത്തിൽ തന്നെയാണ് മോദി കയറി അടിച്ചിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാനെ അമ്പെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറുതെ ചൊറിഞ്ഞ ഇന്ത്യയുടെ സംഹാര താണ്ഡവമാണ് പാകിസ്ഥാൻ പിന്നീട് അങ്ങോട്ട് കാണുന്നത്. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ നീക്കത്തിൽ പാകിസ്ഥാന് ശരിക്കും അടിപതറി എന്ന് തന്നെ പറയാം. പാക് വ്യോമസേനയ്ക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാനിലുടനീളം 1 ഡസനിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 20% നിരവധി PAF യുദ്ധവിമാനങ്ങളും നശിച്ചു. അതായത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് പാകിസ്ഥാന് ഉണ്ടായതെന്ന് ചുരുക്കം.